ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. കൂട്ടായി പുതിയ ജുമാ മസ്ജിദ് മുറ്റത്ത് പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. തിങ്കളാഴ്ച രാത്രി 9:30 സംഭവം. മസ്ജിദിൽ നമസ്കാരത്തിനെത്തിയ പ്രദേശവാസികളാണ് പുലിയെ കണ്ടെന്ന് പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കൂട്ടായി പാരീസിലെ TV മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലെ CCTV ക്യാമറയിലാണ് പുലിയുടേതെന്ന് തോന്നിക്കുന്ന ജീവിയുടെ ചിത്രം പതിഞ്ഞത്. കാൽപ്പാടുകളുടെ നിരീക്ഷണത്തിൽ പുലിയാവാമെന്ന് സംശയിക്കുന്നു. അടിയന്തര ഇടപെടൽ വേണമെന്ന് പ്രദേശവാസിയും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പി. 1-2 മാസങ്ങളായി കൂട്ടായി പടിഞ്ഞാറക്കര പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് സംശയത്തിനതീതമായി ജനങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ രാത്രി കൂട്ടായി പുതിയ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് പുലിയെ കണ്ടതായി പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞിറങ്ങുന്ന 3 പേര് പള്ളിയുടെ മുന്നിലൂടെ പുലി നടന്നു പോകുന്നതായിട്ട് വ്യക്തമായി കാണുകയും ആ വിവരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും ഉദ്യോഗസ്ഥന്മാർ ഇന്ന് സ്ഥലത്ത് വന്ന് പരിശോധനയിൽ ഇന്ന് നടന്നു പോയ കാൽപ്പാടുകൾ പുലിയുടേതല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇന്നലെ രാത്രി പുലിയെ കണ്ട സ്ഥലത്ത് നിന്ന് ഏകദേശം 200 മീറ്റർ അപ്പുറത്താണ് 2-3 ആഴ്ച മുമ്പ് 2 ആടുകളെ പുലി പിടിച്ചത്. ആ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ 7 മണിക്ക് കൂട്ടായി പാരീസിലുള്ള TV മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലെ CCTVയിൽ വ്യക്തമായി പുലി നടന്നു പോകുന്നത് തെളിഞ്ഞത്. അതിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 7 മണിക്കാണത് പാരീസിലെ TV മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് പുലി പോകുന്നത്. അപ്പോൾ മാസങ്ങളായി പുലിയുടെ സാന്നിധ്യമുണ്ട്. പടിഞ്ഞാറക്കര പണ്ടായി പ്രദേശങ്ങളിൽ CCTV ക്യാമറ സ്ഥാപിച്ചതിൽ പുലിയെ കണ്ടു. ഇന്ന് വളരെ വ്യക്തമായി ഏവർക്കും കാണാവുന്ന തലത്തിൽ ഈ പാരീസിലെ മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലെ CCTVയിൽ വ്യക്തമായി പുലി അവിടെ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഏറെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണിതൊക്കെ. അതുകൊണ്ട് അടിയന്തരമായി ഈ പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉദ്യോഗസ്ഥന്മാർ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ ആശങ്കയിലാണ്. ഇന്നലെ രാത്രി കണ്ടത് അതിൻ്റെ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ പുലിയുടെ കാൽപ്പാടുകളല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് മടങ്ങിപ്പോവുകയും പള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ. അതിനുശേഷമാണ് ഇന്ന് 7 മണിക്ക് വ്യക്തമായി പുലിയെ CCTVയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാട്ടിലെപ്പള്ളിയിൽ മാസങ്ങൾക്ക് മുമ്പ് കണ്ട പുലിയെയാണ് കൂട്ടായിലും പരിസര പ്രദേശങ്ങളിലുമായി കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ്. വെട്ട ന്യൂസ് കൂട്ടായി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.